കൊച്ചി കാക്കനാടാണ് വലിയ തീപിടുത്തം നേരത്തെ ഉണ്ടായത്. പ്രേക്ഷകർ കണ്ടതാണ്. ആക്രിക്കടയ്ക്കാണ് തീ പിടിച്ചത്. ആക്രിക്കട എന്ന് പറയുമ്പോൾ ഒരു വലിയ ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ആക്രിക്കടയാണ്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലും തീ അണയുന്നില്ല. അത് പിന്നെയും നിന്ന് കത്തുകയാണ്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറായെങ്കിലും അതിശക്തമായ തീവ്രമായ ശ്രമങ്ങൾ തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾ എത്തിയെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുകയാണോ എന്നൊരു സംശയം ആ ദൃശ്യം കാണുമ്പോൾ തോന്നുന്നുണ്ട്. എസ് ശ്യാംകുമാർ ചെയ്യുന്നു. ശ്യാം, നമ്മൾ നേരത്തെ കണ്ട അതേ തോതിൽ തന്നെ തീ കത്തുകയാണല്ലോ. കാശ്മീർ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കനത്ത വിഷപ്പുകയാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾക്ക് മാത്രമാണ് ഒരു സമയം ഇവിടെ എത്താൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കെട്ടിടത്തിന്റെ ചുറ്റും ഷീറ്റ് കൊണ്ട് കെട്ടി മറച്ചിരിക്കുകയായിരുന്നു. ജെ സി ബി എത്തിച്ച് അത് പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വശത്തുകൂടി ഫയർഫോഴ്സിന് അകത്തേക്ക് കയറാനുള്ള ഒരു വഴിയാണ് അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ വലിയ പുകയാണ് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, പുക ആളിപ്പടർന്ന് ഈ പ്രദേശമാകെ പരക്കുകയാണ്. പ്ലാസ്റ്റിക്കും മറ്റും കത്തിയതിൻ്റെ പുകയായതിനാൽ തന്നെ അത് ഇവിടെ ഉള്ള ആളുകൾക്കും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും ഒക്കെ ശ്വസന ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഫയർഫോഴ്സ് ഇപ്പോൾ ഒരു JCB കൊണ്ടുവന്ന ആ തീപിടുത്തമുണ്ടായ ഭാഗത്തിൻ്റെ പുറകുവശത്ത് ഷീറ്റുകൾ പൂർണ്ണമായും പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ അകത്തേക്ക് കയറുന്നതിനുള്ള വഴി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഫയർ എഞ്ചിൻ കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കാരണം ഇനി ഇവിടെ കത്തിത്തീരാനായിട്ടൊന്നുമില്ല, മുഴുവൻ കത്തി അമർന്നിരിക്കുന്നു. ഇപ്പോൾ കനത്ത പുകയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ആ വശത്തേക്കാണ് ഫയർ സ്യൂട്ട് ധരിച്ച ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറുകയും കൂടുതൽ തീ പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുന്നത്. ഏകദേശം 1 മണിക്കൂറോളം വലിയൊരു തീപിടുത്തത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത്. ആ തീ ഇവിടെ ഉണ്ടായിരുന്ന സകലതിനെയും ചുട്ടുചാമ്പലാക്കിക്കൊണ്ട് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. പക്ഷേ അപ്പോഴും കനത്ത വിഷപ്പുക ഈ പ്രദേശത്താകെ വ്യാപിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് കടക്കണം. ഈ മതിൽക്കെട്ടിന് ഉള്ളിലായിരുന്നു ഈ കെട്ടിടം ഉണ്ടായിരുന്നത്. കെട്ടിട ഉടമയെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെയാണ് ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ അല്പസമയം മുമ്പ് നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റ് ശ്രമിക്കുന്നത് അവിടുത്തെ ആ മതിലും ആ ഷീറ്റുകളും ഒക്കെ പൊളിച്ചുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് അവർക്ക് സുരക്ഷിതമായി കടക്കാനും കൂടുതൽ വശത്ത് വെള്ളം തളിച്ചുകൊണ്ട് തീ അണയ്ക്കാനുമാണ്. അങ്ങോട്ട് ഫയർ യൂണിറ്റുകൾ ഇപ്പോൾ എത്തുന്നുണ്ട്. ആ ഭാഗത്തുകൂടെ വെള്ളം തളിച്ച് ആദ്യമായിട്ടാണ് അവിടെ ഫയർഫോഴ്സ് എത്തുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, അങ്ങോട്ട് ഫയർഫോഴ്സിൻ്റെ സേനാംഗങ്ങൾ ഫയർ സ്യൂട്ട് ധരിച്ച് ആ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൻ്റെ ആ പറമ്പിൻ്റെ അകത്തെത്തിയിരിക്കുന്നു. അത് ആ പുറകിലത്തെ വഴി പൊളിച്ചുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് കടക്കാൻ സാധിച്ചത്. അവിടേക്ക് ഇപ്പോൾ ഒരു ഫയർഫോഴ്സിൻ്റെ യൂണിറ്റും എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് ഇപ്പോൾ വെള്ളമടിച്ച് പുകയും നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരിക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ആദ്യമായി ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം, ആ മതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാനായി സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് എത്തിക്കൊണ്ട് വെള്ളം തളിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഓൾമോസ്റ്റ് തീ നിയന്ത്രണ വിധേയമായെന്ന് ഉറപ്പായും പറയാം. ഏതാണ്ട് മൊത്തം കത്തി തീർന്നു എന്ന് തന്നെ പറയണം. അത് പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം പുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് ശ്യാംകുമാറിനെ കാണാൻ പോലും കഴിയാത്ത വണ്ണമുള്ള കടുത്ത പുക. ആ പുക പ്ലാസ്റ്റിക്കും ഈ കെമിക്കലും കത്തിയ പുകയാണ്. അത് വിഷപ്പുക എന്നതിന് ഉറപ്പായും പറയുകയും ചെയ്യാം. എന്തായാലും തീ അണഞ്ഞല്ലോ, ഭാഗ്യം.